ഇറാൻ മണ്ണിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി അഴിച്ചുവിട്ട ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. വെറും 100 മണിക്കൂർ യുദ്ധം പിന്നിട്ടപ്പോൾ $3.7 ബില്യൺ, ഏകദേശം 31,000 കോടി രൂപ വാഷിംഗ്ടൺ യുദ്ധത്തിനായി ചെലവിട്ട് കഴിഞ്ഞു എന്ന റിപ്പോർട്ട് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഒരു വശത്ത് പട്ടിണിയും പണപ്പെരുപ്പവും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുമ്പോൾ മറുവശത്ത് പ്രതിദിനം $900 മില്യൺ ബോംബുകൾക്കും മിസൈലുകൾക്കുമായി ആകാശത്തേക്ക് എറിഞ്ഞുകൊടുക്കുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ വിശകലനം കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ മുന്നറിയിപ്പ് കൂടിയാണ്. 2000-ലധികം അത്യാധുനിക യുദ്ധ സാമഗ്രികളാണ് ഇറാനിൽ ഇതിനകം വർഷിക്കപ്പെട്ടത്. ഇവയുടെ കുറവ് നികത്താൻ മാത്രം $3.1 ബില്യൺ അധികമായി കണ്ടെത്തേണ്ടി വരും. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെക്സത്ത് ആക്രമണം ഇനിയും ശക്തമാക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ സാമ്പത്തിക ബാധ്യത എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. വിദേശ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുമെന്നും അമേരിക്ക ഫസ്റ്റ് നയം നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത്. എന്നാൽ അതേ ട്രംപ് തന്നെ ഒരു വിദേശ രാജ്യത്തിനു മേൽ നടത്തുന്ന ഈ അതിശക്തമായ സൈനിക നീക്കം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ബജറ്റിൽ വകയിരുത്താത്ത $3.5 ബില്യൺ കണ്ടെത്താൻ പെൻറ്റഗൺ വിയർക്കുമ്പോൾ അത് സാധാരണക്കാരൻ്റെ നികുതി പണത്തെയും രാജ്യത്തെ ഇന്ധന വിലയെയുമാണ് ബാധിക്കുന്നത്. ഇത് ട്രംപിൻ്റെ അനുയായികൾക്കിടയിൽ പോലും അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. സാമ്പത്തിക നഷ്ടത്തേക്കാൾ ഭീകരമാണ് മനുഷ്യജീവൻ്റെ വില. ഇറാനിയൻ റെഡ് ക്രസൻറ്റ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 1332 പേർ ഇതിനകം ഇറാനിൽ മാത്രം കൊല്ലപ്പെട്ടു. ഇതിൽ 181 കുട്ടികളുണ്ടെന്ന യൂണിസെഫിൻ്റെ വെളിപ്പെടുത്തൽ ഏതൊരു മനസാക്ഷിയെയും പിടിച്ചുലയ്ക്കുന്നതാണ്. ലബനാനിലും ഗൾഫ് രാജ്യങ്ങളിലും കൂടി മരണം വിതച്ചുകൊണ്ട് ഈ യുദ്ധം പടരുകയാണ്. പശ്ചിമേഷ്യയെ ഒരു ചുടുകാറ്റാക്കി മാറ്റിക്കൊണ്ട് നേടാൻ പോകുന്ന വിജയം ആർക്കു വേണ്ടിയാണെന്ന ചോദ്യത്തിന് മാത്രം ഇതുവരെ ഉത്തരമില്ല. സമാധാന ചർച്ചകൾക്ക് പകരം ആയുധബലത്തിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന വാഷിംഗ്ടണിൻ്റെയും ടെൽ അവീവിൻ്റെയും ധാർഷ്ട്യം ലോകത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. സാമ്പത്തിക ലാഭനഷ്ടങ്ങൾക്കപ്പുറം നഷ്ടപ്പെടുന്നത് ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനാണെന്ന തിരിച്ചറിവ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.